നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 2019 കിയ എന്ന കൊറിയൻ കമ്പനി ഇന്ത്യയിൽ കാലുകുത്തിയത് അല്ലെങ്കിൽ ടയർ കുത്തിയത്. അന്ന് ആദ്യമായി അവർ കൊണ്ടുവന്ന മോഡലിൻ്റെ പേര് സെൽറ്റോസ് എന്നാണ്. അതൊരു വലിയ റിസ്ക് ആയിരുന്നു. കാരണം വളരെ കാര്യമായ രീതിയിൽ കോമ്പറ്റീഷനുള്ളൊരു സെഗ്മെൻറ്റിലേക്കാണ് ആദ്യമായിട്ട് ഒരു മോഡൽ കൊണ്ടുവന്നത്. അത് കിയയുടെ ഒരു ധൈര്യമായിരുന്നു. എന്തായാലും അവരുടെ ആ ഒരു കണക്കൂട്ടലൊന്നും പിഴച്ചില്ല. സെൽറ്റോസ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മിഡ് സൈസ് SUV ആയിട്ട് മാറുകയുണ്ടായി. ആ സമയത്ത് ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് കറ്റയായിരുന്നു. ഇവരുടെ സഹോദര സ്ഥാപനമായ ഹ്യുണ്ടായുടെ കറ്റയായിരുന്നു. എങ്കിലും കറ്റയുമായിട്ട് ഏറ്റുമുട്ടുകയും ചില മാസങ്ങളിലൊക്കെ വിൽപ്പന നോക്കുകയാണെങ്കിൽ കറ്റയുടെ മുകളിലെത്തുകയും ചെയ്തൊരു ചരിത്രമാണ് സെൽറ്റോസിനുള്ളത്. ഇപ്പോൾ 6 വർഷത്തിന് ശേഷം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ സെൽറ്റോസാണ്. ഈ സെൽറ്റോസ് വന്നപ്പോഴേക്കും കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് പ്ലാറ്റ്ഫോം പാടെ മാറി, വലിപ്പം കൂടി, അങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചു. ഇൻറ്റീരിയർ ഗംഭീരമായി. അങ്ങനെയുള്ള ഏറ്റവും പുതിയ കിയ സെൽറ്റോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം. എല്ലാവർക്കും ബൈജു എന്നായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 19 ശേഷം ഇപ്പോൾ ഏറ്റവും പുതിയ സെൽറ്റോസ് വന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിൽ കാര്യമായ രീതിയിൽ ഇടിച്ച് കയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ടാറ്റ സിയറ വന്നു. ഇനിയിപ്പോൾ 26-ാം തീയതി ഏറ്റവും പുതിയ റെനോ ഡസ്റ്റർ വരുന്നു. കൂടാതെ മാരുതിയുടെ വിക്ടോർസ് തകർത്ത് വിറ്റുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ വീണ്ടും വലിയ കോമ്പറ്റീഷനിലേക്കാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോമ്പറ്റീഷന് ഉപയുക്തമാകുന്ന രീതിയിൽ ഗംഭീരമായ മാറ്റങ്ങളാണ് ഏറ്റവും പുതിയ സെൽറ്റോസിൽ വരുത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു യാത്രയിലായിരുന്നുകൊണ്ട് അടുത്ത കാലത്ത് വന്ന പല വാഹനങ്ങളുടെയും മീഡിയ ഡ്രോയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ മിസ്സായ 2 വാഹനങ്ങൾ, ഒന്ന് ടാറ്റ സിയറയും മറ്റൊന്ന് സെൽറ്റോസുമായിരുന്നു. സിയറ നമ്മൾ ഓൾറെഡി കൊണ്ടുവന്ന് കഴിഞ്ഞു നമ്മുടെ വീഡിയോയിൽ. ഇപ്പോൾ സെൽറ്റോസും കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇതുവരെ സെൽറ്റോസിൻ്റെ ചിത്രങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഗ്രില്ല് ഇത് അത്ര സുഖമില്ലല്ലോ എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിമനോഹരമായ ഗ്രില്ലാണ് കൊടുത്തിരിക്കുക എന്നുള്ള കാര്യം. കിയയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മോഡലായ ടെല്ലുറോഡിൻ്റെ അതേ ഗ്രില്ല് തന്നെയാണ് നമ്മൾ കാണുന്നത്. പല കാര്യങ്ങളും ടെല്ലുറോഡുമായിട്ട് ബന്ധമുണ്ട്, ഈവൻ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ പോലും. എന്തായാലും മുൻഭാഗം പാടെ കവരുകയാണ് ഈ മനോഹരമായ ഗ്രില്ല്. മനോഹരമെന്ന് വിളിക്കാനാവുമെന്ന് അറിഞ്ഞുണ്ട്, കാരണം പല്ല് കടിച്ച രൂപമാണ്. എങ്കിൽ പോലും മൊത്തത്തിലുള്ള വാഹനത്തിൻ്റെ രൂപമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നീളം 95 മില്ലിമീറ്റർ വർദ്ധിച്ചു എന്നുള്ള കാര്യമാണ്. വീൽ ബേസ് 80 മില്ലിമീറ്ററും വർദ്ധിച്ചു. ഈ 80 മില്ലിമീറ്റർ വർദ്ധിച്ച് 2690 മില്ലിമീറ്റർ ആയിട്ട് വീൽ ബേസ് മാറിയപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ വാഹനത്തേക്കാൾ കൂടുതൽ വീൽ ബേസുള്ള ഒരേ ഒരു വാഹനമേ ഉള്ളൂ. അത് ഏറ്റവും പുതിയ ടാറ്റ സിയറയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ പ്ലാറ്റ്ഫോം പാടെ മാറി എന്നുള്ളതാണ്. K2 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ആധുനികമായ K3 എന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറി. കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന് അത് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എഞ്ചിനിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. എഞ്ചിൻ അതേപടി നിലനിർത്തിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് എൻ്റെ GT ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. GT ലൈനിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ചുകൂടി സ്പോർട്ടിയായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 18 ഇഞ്ചാണ് ഈ ഒരു GT ലൈൻ്റെ മാത്രം വീൽ സൈസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇനി അധികം സമയം കളയാതെ നമുക്ക് കിയ സെൽറ്റോസിനെ ഒന്ന് അടുത്ത് കാണാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സൗത്ത് അമേരിക്ക പോയപ്പോൾ ആമസോണിൽ പോയിരുന്നു. ആമസോൺ നദി കാണാൻ പോയപ്പോൾ അവിടെ പ്രധാനമായിട്ടും നമുക്ക് പെട്ടെന്ന് പിന്നെ മീൻ പിടിച്ച് വറുത്ത് തരുന്നൊരു പരിപാടിയുണ്ട്. അവിടെ പിടിച്ചു തരുന്ന മീനിൻ്റെ പേര് പിരാന എന്നാണ്. പിരാന എന്ന് പറയുന്ന മീൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വേണമെങ്കിൽ ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ആക്രമിച്ച് തിന്നു തീർത്ത് എല്ലും തോലും മാത്രമാക്കുന്ന ഒരു ഫിഷാണ്. അതിൻ്റെ പല്ല് നിങ്ങൾ നോക്കി, അത് തന്നെയല്ലേ ഇത്. ഞാൻ അന്നൊരു പിരാന ഫിഷിൻ്റെ ഒരു രൂപം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്തു. അത് ഇപ്പോഴും നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അത് എപ്പോഴും എന്നെ നോക്കി ഇങ്ങനെ പല്ലിളിച്ച് കാണിക്കാറുണ്ട്. ഈ വാഹനം വാങ്ങിച്ചാൽ അതും നമ്മളെ രാവിലെ നോക്കി പല്ലിളിച്ച് കാണിക്കും. എങ്കിൽ പോലും ഇതിനൊരു ഭംഗിയുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക്. അതിലിടയ്ക്ക് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ശരിക്കും ബ്രഷ്ഡ് അലൂമിനിയം ആണ്. പക്ഷേ ആ ബ്ലാക്കിൽ തന്നെ അങ്ങ് ഇഴുകി ചേർന്ന് പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ വാഹനം ചോദിച്ച് ഇഞ്ചോൺ കിയയിൽ വിളിച്ചപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്ത് പ്രേംജിത്ത് പറഞ്ഞു, ചേട്ടാ ബ്ലാക്കാണ് ഏറ്റവും ഭംഗി കാണാൻ. ഞാൻ വന്നാണ് ബ്ലാക്ക് തന്നെ കൊടുത്ത് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ബ്ലാക്ക് വന്നിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ഭംഗി തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനുണ്ട്. തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് എല്ലാം കൂടെ ഒരു ഒറ്റ ബ്ലാക്ക് കൂടായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഗ്രില്ല് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ വലിയൊരു എയർ ഡാം കാണുന്നുണ്ട്. ഗ്രില്ലിൻ്റെ ഈ ഒരു ഭാഗത്തും ഇത് കുറച്ചൊരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ട്. ഇവിടെ ഫുൾ ADASൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. മറ്റൊരു കാര്യമുള്ളതിൻ്റെ എല്ലാ വേരിയൻസിലും ഫുൾ LED ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുക എന്നുള്ള കാര്യമാണ്. താഴേക്ക് പോകുന്ന വേരിയൻറ്റുകളിൽ ഹാലജനാക്കുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടുള്ള ഫുൾ LED ലൈറ്റാണ്. ഇവിടെ അതിമനോഹരമായ ഡേ ടൈം റണ്ണിങ് ലാമ്പും അതുപോലെ തന്നെ ഇവിടെയും അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അത് ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ.
അതുപോലെ തന്നെ വളരെ ചെറിയ എന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കിയയുടെ ഡിസൈൻ ടീമിനെ സമ്മതിച്ചേ പറ്റും. എത്ര മനോഹരമായിട്ടാണ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടും മുഴച്ച് നിൽക്കുന്നില്ല. എല്ലാം വളരെ ക്ലീൻ ലൈനുകളും മറ്റുമാണ്. താഴെയായിട്ട് ഫോഗ് ലാമ്പ്, അതിൻ്റെ മേൽഭാഗത്തൊരു ബ്ലാക്ക് ഒരു കവർ പോലെ ഭാഗം കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ബ്രഷ്ഡ് അലൂമിനിയത്തിൻ്റെ ഡിസൈനാണ് കാണുന്നത്. താഴെയായിട്ടും ഒരു ബ്ലാക്ക് വീണ്ടും തുടരുന്നുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ നിറം കൂടി കറുപ്പായതുകൊണ്ട് ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. എന്തായാലും ഇവിടെയൊക്കെ ചെറിയ ചില എലമെൻറ്റ്സ് അങ്ങനെ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ ബോൾഡായിട്ടുള്ള ബോണറ്റ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ ഹെവി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സ്കൾപ്ചേർഡായിട്ട് നിൽക്കുന്നുണ്ട്. സൈഡ് പ്രൊഫൈൽ ഈ ഭാഗം കാണുമ്പോഴാണ് ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ആ കട്ടുകളും ക്രീസുകളും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. എങ്കിൽ പോലും ഒട്ടും മുഴച്ച് നിൽക്കുന്നില്ല. വളരെ ക്ലീൻ എന്ന് ഞാൻ പറയില്ല, അത് പക്കയാണ് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ പോലും. അപ്പോൾ മുൻഭാഗം നിങ്ങൾക്ക് പഴയതാണോ പുതിയതാണോ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയുക. പക്ഷേ വേറെ കാര്യം ഞാൻ പറയാം, ഞാൻ അനുഭവിച്ച പോലെ തന്നെ നിങ്ങൾ ചിത്രത്തിലോ വീഡിയോയിലോ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇത് നമുക്കൊട്ടും തന്നെ അലോസരം ഉണ്ടാക്കുന്ന ഗ്രില്ലല്ല എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ഇനി വശക്കാഴ്ചയിലേക്ക് കടക്കാം. വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിൽപ്പെടുക എയറോ വീലിൻ്റെ ആ ഒരു ഡിസൈനിലുള്ള അലോയാണ്. അതിൽ ഈ കാണുന്ന GT ലൈനിന് മാത്രമാണ് ഈ കാണുന്ന ബ്രേക്ക് കാലിപ്പറിന് ആ ഒരു നിറം കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ നല്ല സ്പോർട്ടി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് 18 ഇഞ്ചാണ്. സാധാരണ 16 to 18 ആണ് ഇതിൻ്റെ പല വേരിയൻസിലെയും വീൽ സൈസ് വരുന്നത്. ക്ലാഡിംഗ് എന്ന് പറയുന്നത് വീണ്ടും ഇത് ഈ ഒരു നിറവുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു. കാരണം പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴും ഒക്കെ ഫുൾ ബ്ലാക്ക്. പക്ഷേ മറ്റ് വേരിയൻസിലൊക്കെ ഇവിടെ ഒരു ഡ്യുവൽ കളർ വരുന്നുണ്ട് സൈഡ് വ്യൂ മിറേഴ്സിന്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇത് ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അതിലൊക്കെ നല്ല ഭംഗിയുള്ള കുറച്ച് രസമുള്ള എലമെൻസോട് കൂടിയ ചെയിൻ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയായിട്ടുണ്ട്. താഴെയും ആ ക്ലാഡിങ് നീളുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അധികം ബോധ്യപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മേൽഭാഗത്ത് ഗ്രാബറയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ വെയിറ്റ് താങ്ങുന്ന സംഭവമല്ല. അതൊരു ഭംഗിക്ക് വേണ്ടി ഒരു സ്പോർട്ട്നെസ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. സൈഡ് പ്രൊഫൈൽ വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല. പഴയ സെൽറ്റോസിൻ്റെ ഏതാണ്ട് അതേ രീതി തന്നെയാണ് പിന്തുടരുന്നത്. പക്ഷേ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പാടെ മാറുകയെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത കാലത്ത് കണ്ട കിയയുടെ മറ്റ് പല EVകളുമായിട്ടും ഈവൻ സിറോസുമായിട്ടൊക്കെ സാമ്യം തോന്നുന്ന രീതിയിലേക്ക് പിൻഭാഗം മാറ്റിയിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മെറ്റലൊക്കെ എങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തായാലും ഇൻഡിക്കേറ്റർ സ്പോയിലർ, അതുപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിന, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് അതൊക്കെയുണ്ട്. പിന്നെ ഇവിടെ വൈപ്പറിൽ വൈപ്പറിനകത്ത് ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. വൈപ്പറുണ്ട്, അതുപോലെ തന്നെ ഡീഫോഗറും കൊടുത്തിട്ടുണ്ട്. പിന്നിലെ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ മുഴച്ച് നിൽക്കാത്ത രീതിയിലുള്ള ടെയിൽ ലാമ്പാണ്. ഇവിടെ ഈ ടെയിൽ ലാമ്പ് ഇങ്ങനെ നിൽക്കുന്നു. അത് ഒരു LED സ്ട്രിപ്പിലേക്ക് അങ്ങനെ കടന്നു കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ടുണ്ട്. ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ രീതികൾ, രൂപമൊക്കെ നല്ല ഡിസൈനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. താഴെയായിട്ട് റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു ചെറിയ കട്ടൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ മുൻഭാഗത്ത് കണ്ടുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാം ഭംഗിയായിട്ടുണ്ട്. GT ലൈൻ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. സെൽറ്റോസ് എന്നുള്ള ആ ഒരു ലെറ്റേഴ്സിലുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് പുതിയതായിട്ടുണ്ട്. അപ്പോൾ പിൻഭാഗം തീർച്ചയായിട്ടും മുൻഭാഗത്തേക്കാളൊക്കെ വളരെ ഭംഗിയുണ്ട്. മുൻഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ പല്ല് കടിച്ചൊരു ഭാഗമുണ്ടെങ്കിൽ പിൻഭാഗത്ത് വരുമ്പോൾ വളരെ സൗമ്യമായ രീതികളാണ് ഡിസൈനിൻ്റെ കാര്യത്തിലുള്ളത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. 447 ലിറ്ററാണ് ഇപ്പോൾ ബൂട്ട് സ്പേസ്. അതായത് നീളവും വീൽ ബേസും കൂടിയതനുസരിച്ച് 14 ലിറ്റർ വർദ്ധിച്ചിട്ടുണ്ട്. വർദ്ധിക്കുകയാണ് ചെയ്ത്, കുറയ്ക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തൊരു തുണിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ ഇതിൻ്റെ ലോഞ്ചായിരുന്നു. അപ്പം മൂടിയിട്ടിട്ട് പിന്നെ തുണി മാറ്റുന്ന പരിപാടിയാണല്ലോ. അങ്ങനെ മാറ്റിയ തുണിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ പിൻഭാഗത്ത് മറ്റെന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. പിന്നെ സ്പെയർ ടയർ ഉണ്ടാകും തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലം. അതുപോലെ തന്നെ 60-40 ആയിട്ട് നമുക്ക് ഇത് സീറ്റ് ഫോൾഡ് ചെയ്യാന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സ്ഥലം വീണ്ടും കണ്ടെത്താം. ചെറിയ ഹുക്കുകളും മറ്റും കൊടുത്തിട്ടുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ. ആകെപ്പാടെ മിസ്സ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് പവേർഡല്ല എന്നുള്ള കാര്യമാണ്. അതൊരു മിസ് തന്നെയാണ്. പക്ഷേ അത് ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്യാമറയും മറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുൻഭാഗത്ത്, അതായത് ബോണറ്റ് തുറക്കുമ്പോൾ ബോണറ്റ് ഇപ്പോൾ ഹൈഡ്രോളിക് ആക്കിയിട്ടുണ്ട്. അതായത് പണ്ടത്തെ വടി കുത്തിയൊന്നും വെക്കേണ്ട, ഹൈഡ്രോളിക്കാണ്. അതുകൂടി ഒന്ന് തുറന്ന് കണ്ടിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പ്രവേശിക്കാം. എനിക്ക് തോന്നുന്നത് വളരെ ഒരു ചെറിയ ചിലവല്ലേ ഉള്ളൂ. എല്ലാ വാഹനങ്ങളും ഹൈഡ്രോളിക് ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് തീർച്ചയായിട്ടും വേണം. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ കൊണ്ടുപോയി ഒന്ന് റെനോ ഡസ്റ്റർ കാണിച്ചിരുന്നു, പടവൊന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പടവൊന്നും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്തായാലും അതിനും ഇപ്പോൾ ഹൈഡ്രോളിക് ആക്കി മാറ്റിയിട്ടുണ്ട്. 2 ഹൈഡ്രോളിക് ലിഫ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നീറ്റാണ്, അത് ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമല്ല, കിയയ്ക്ക് അറിയാൻ വേണ്ടി കൂടി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ രൂപം എന്നുള്ള കാര്യം. കാരണം ഇത്രയും ജനപ്രിയമായ ഒരു മോഡലിൽ മാറ്റം വരുത്തുമ്പോൾ എത്രത്തോളം തലവേദന എടുത്ത് കാണും കിയ നമുക്ക് ആലോചിച്ച് അറിയാം. കാരണം ഏതെങ്കിലും തരത്തിൽ ഡിസൈൻ പാളിപ്പോയി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിന്ന് പടപടയെ താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ
മത്സരമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഡിസൈൻ ചെയ്തൊരു വാഹനമാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. കിയ എന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ വേര് പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചയുടെ ഭംഗിയിലപ്പുറത്തേക്ക് ഫീച്ചേഴ്സിൻ്റെ ഒരു ആധിക്യം ആയിരുന്നു. അതെല്ലാം നിലനിർത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ സെൽറ്റോസിൽ. ഈ കുറച്ച് ഫിസിക്കൽ സ്വിച്ചുകൾ കാണാം, അതായത് സ്ക്രീനല്ല, കുറച്ച് ഫിസിക്കൽ സ്വിച്ച് കാണാം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്നുള്ള ഒരു വാർത്ത കണ്ടു. അതായത് യൂറോപ്പിൽ ഇനി മുതൽ ഫിസിക്കൽ സ്വിച്ചുകളും കൂടി കമ്പൽസറി ആക്കിയാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ. കാരണം എപ്പോഴും ഡ്രൈവർ അറ്റൻഷൻ പോകുന്നൊരു കാര്യമാണ്. ഈ സ്ക്രീനിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി സ്ക്രീനിനെ സമീപിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡ്രൈവർ അറ്റൻഷൻ പോകും. ഈവൻ സൈഡ് വ്യൂ മിറേഴ്സ് പോലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഞെക്കി പിടിച്ച് വേണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വാഹനം നിർത്തിയിട്ടിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവൊന്നുമില്ല, നമ്മളിതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ഓടിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഒക്കെ ഓടിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി യൂറോപ്പിൽ വാഹന നിർമ്മാതാക്കളോട് സർക്കാർ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഫിസിക്കൽ സ്വിച്ച് കൂടെ കൊണ്ടുവരണം. അത്യാവശ്യം വേണ്ടതല്ല, അതായത് ഓടിച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന എല്ലാം ഫിസിക്കൽ സ്വിച്ച് വേണം. അത് ഹ്യുണ്ടായിക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികൾക്കും അന്ത്യശാസനം കൊടുത്തു എന്നാണ് പറയുക. അപ്പം അത് മനസ്സിലാക്കിയായിരിക്കാം ഇപ്പം പുതുതായിട്ട് കാണുന്ന ചില വാഹനങ്ങളിലൊക്കെ ഫിസിക്കൽ സ്വിച്ചിൻ്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ GT ലൈൻ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്കാണ്. ഫുൾ ബ്ലാക്ക് എന്ന് വെച്ചാൽ അല്ലാതെ ബ്ലാക്ക് അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് സീറ്റിൽ കാണുന്ന ചില വൈറ്റ് ഭാഗങ്ങളല്ലാതെ ബാക്കിയെല്ലാം ഫുൾ ബ്ലാക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഐ എം എ ഹാപ്പി മാൻ ഇത് കണ്ടു കഴിയുമ്പോൾ. പിന്നെ സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇത് ടോപ്പിൻ്റെ മോഡൽ ആയതുകൊണ്ട് 12.3 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ, ഇവിടെ 5 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനിൻ്റെ ഇടയ്ക്ക് അത് ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ മാത്രം സ്ക്രീനാണ്. അതിൻ്റെ ഇപ്പുറത്തേക്ക് വീണ്ടും ഒരു 12.5 ഇഞ്ചിൻ്റെ 12.3 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഇവിടെയും കാണാം. ഇതിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ സിറോസിൽ കണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി താഴെയുള്ള വേരിയൻസിൽ 2 സ്ക്രീനുള്ളൂ, 3 വരെ 2 സ്ക്രീനുള്ളൂ. അത് 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറേ കൂടി നീളമുള്ള സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ എന്താണ് പറയേണ്ടത്, ഇതിനകത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ലെന്ന് അറിയാമല്ലോ. നമ്മളിപ്പോൾ കിയയുടെ കാര്യത്തിൽ ഇതുണ്ടെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, ഓൺലൈൻ മാനുവൽ, അത്തരം കാര്യങ്ങളും ഇതിൻ്റെ ഈ മൊത്തത്തിലുള്ള ലേഔട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ക്രിസ്പായിട്ടുണ്ട് ഇപ്പം മൊത്തം സ്ക്രീനിൻ്റെ ഒരു കാര്യങ്ങൾ. അതുപോലെ ഫോണിൻ്റെ എല്ലാം മാറിയിട്ടുണ്ട്, കുറേ കൂടെ ഭംഗിയായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എന്നാണ് പറയേണ്ടത്. എവിടെയാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ പറ്റുമോട്ടെ. അതിന് പിന്നെ ഒരു മയവും ഇല്ല. കിയുടെ കാര്യത്തിൽ വലിയ സ്ക്രീനും വലിയ ക്യാമറയൊക്കെ ഉണ്ടാവും. 360 540 എന്ത് വണ്ടാരം വേണമെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള മട്ടിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പാർക്കിങ്ങിൻ്റെ ഡിസ്റ്റൻസ് വാണിംഗ് പോലുള്ള കാര്യങ്ങളുടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇവിടെ കാണുന്ന ചെറിയൊരു സ്ക്രീനിൽ അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഫിസിക്കൽ സ്വിച്ചുകൾ, ഇതിൻ്റെ ഈ ഒരു സ്ക്രീനിൻ്റെ സെറ്റപ്പ്, മീഡിയ, വോളിയം, സ്ക്രോൾ ചെയ്യുന്ന വോളിയം, ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും എനിക്ക് മറ്റ് കിയയുടെ വാഹനങ്ങൾ കാണുന്ന സിസ്റ്റത്തിൻ്റെ അത്രയൊരു ഷാർപ്നെസ് തോന്നുന്നില്ല. അതൊരു പക്ഷേ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ മാറി കിടക്കുന്നുണ്ടായിരിക്കാം. ഈവൻ സെർച്ച് ബട്ടൺ പോലും കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് ഈ ഫിസിക്കൽ സ്വിച്ചുകൾ ഉപയോഗിക്കാം. അതുപോലെ മാപ്പ്, നാവിഗേഷൻ്റെ കാര്യത്തിൽ അത് കൊടുത്തിരിക്കുന്നു. പിന്നെ ഹോം മെനുവിലേക്ക് പോകാനുള്ള അതും കൊടുക്കണം. ഗംഭീരമായി ഇത്രയും കാര്യങ്ങളെങ്കിലും എല്ലാ മാനുഫാക്ചേഴ്സും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. ഇവിടെ ടെമ്പറേച്ചറിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ തന്നെ മോഡുകൾ, പിന്നെ ഇവിടെ വീണ്ടും ഈ ഒരു ഫാനിൻ്റെ സ്പീഡ് കൂട്ടുന്ന ടെമ്പറേച്ചർ, അത്തരം കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ പ്രവർത്തിപ്പിക്കുക എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. താഴേക്ക് വരുമ്പോൾ ഇഷ്ടംപോലെ ചാർജിങ് പോർട്ടുകളാണ്, 3 ചാർജിങ് പോർട്ട് കൂടാതെ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഓട്ടോ ഹോൾഡ്, അതുപോലെ തന്നെ ക്യാമറയുടെ സ്വിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 കപ്പ് ഹോൾഡേഴ്സ്. ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. കീ കുറേ ആധുനികമായിട്ട് മാറിയിട്ടുണ്ട്. സൈഡിലാണ് ഇതിൻ്റെ ഓൺ ഓഫ് കാര്യങ്ങൾ. ഓൺ ഓഫ് അല്ലല്ലോ, ഓപ്പൺ
ക്ലോസ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് സൈഡിലാണ്. നല്ലൊരു ആംറസ്റ്റ്, അതിനും വൈറ്റ് ഫിനിഷ്. അതിൻ്റെ താഴെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജറും ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യും. വളരെ നീറ്റാണ്. അതായത് നമ്മളിപ്പം കാണുന്ന പുതിയ വാഹനങ്ങളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയുള്ള ഡാഷ്ബോർഡൊക്കെ ഇതൊന്നുമില്ല. വളരെ നീറ്റായിട്ടുള്ള ഒരു എന്താ പറയുക, ബോക്സി ടൈപ്പ് ആണെങ്കിൽ പോലും അതിനൊരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച പോലെ AC വെൻറ്റുകളും കൊടുത്തിരിക്കുന്നു. എന്തായാലും അതിഗംഭീരം തന്നെയാണ് എനിക്ക് തോന്നിയത്. സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഡ്രൈവർ സീറ്റ് പവേർഡാണ്. അത് നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇലക്ട്രിക്കലി ചെയ്യാൻ വേണ്ടി സൈഡിൽ സ്വിച്ച് ഉണ്ട്. ചെറിയ ഒരു നടുവ് താങ്ങിയും കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന അനുഭവിക്കാൻ കഴിയും. പിന്നെ വെൻറ്റിലേറ്റർ സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് മുന്നിലെ 2 സീറ്റുകളും വെൻറ്റിലേറ്ററാണ്. ഇവിടെ മറ്റു പ്രത്യേകത നിങ്ങൾ കണ്ടാണ്, ഇത് നെറ്റാണ്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ സീത്തുമാണ് വെളിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ എൻ്റെ തോന്നലാട്ടോ, പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഫുള്ളി ഈ ഒരു ഹെഡ് റെസ്റ്റ് ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ മുൻഭാഗത്തെ കാഴ്ചകൾക്ക് ഒരു തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കാണാവുന്നതാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. ഇത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത് എത്രത്തോളം എന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ഈ ഇൻറ്റീരിയർ നന്നായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഏറ്റവും പ്രിയപ്പെട്ട സാധനം എന്താ, ഇഷ്ടം പോലെ പനോരമിക് എന്ന് വെച്ചാൽ അങ്ങേയറ്റം പനോരമിക് സൺറൂഫ് അതും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിൽ ഒരു ബോട്ടിൽ വയ്ക്കാം. പിന്നെ ബോസിൻ്റെ സ്പീക്കർ, വമ്പൻ സ്പീക്കർ, പിന്നെ കുറച്ച് അലൂമിനിയം ഫിനിഷ്, കുറച്ച് വൈറ്റ് ഫിനിഷ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. വെൻറ്റിലേഷൻ്റെ സ്വിച്ചാണ് നിങ്ങൾ ആ ഡോറിൻ്റെ ഹാൻഡിലിനോട് ചേർന്ന് കാണുന്നത്. അപ്പോൾ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ടെന്നുള്ള കാര്യം വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്കിനി സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം. സ്റ്റിയറിംഗ് വീല് കിയയുടെ ഏറ്റവും ആധുനികമായ എല്ലാ വാഹനങ്ങളുടെയും പോലെ നല്ല ഭംഗിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ക്വയറിഷാണ് എന്നാണ് പറയേണ്ടത്. ഇതിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഡ്രൈവ് മോഡുകൾ ഇക്കോ, നോർമൽ, സ്പോർട്ട് 3ലേക്കും പോകാം. ഇവിടെ ട്രാക്ഷൻ മോഡ്, സ്നോ, മഡ്, സാൻഡ്, എത്ര എളുപ്പമാണ് നോക്കിയ കാര്യങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ. ഒരു കണ്ണ് എങ്ങും എടുക്കാതെ നമുക്കതിൽ പ്രസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ടോപ്പ് എൻഡ് GT ലൈൻ ആയതുകൊണ്ട് ഇതിൽ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, ഡീസൽ ഓട്ടോമാറ്റിക്കിൽ. ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ, ഇവിടെ വോളിയം കൺട്രോളിൻ്റെയും പിന്നെ കുറച്ച് അഡാസ് ഫീച്ചേഴ്സിൻ്റെയൊക്കെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഫിനിഷും അതുപോലെ തന്നെ വൈറ്റ് ഫിനിഷും കൂടെ ചേർന്ന് നല്ല ഭംഗി. നടുവിലുള്ള വൈറ്റ് ഫിനിഷും ഭംഗിയായിട്ടുണ്ട്. കിയയുടെ ബാഡ്ജിങ് വലതുവശത്തേക്ക് അല്പം നീട്ടി കൊടുത്തിരിക്കുന്നു. ഇവിടെ 12.3 ഇഞ്ചിൻ്റെ വലിയ ഒരു ഡ്രൈവർ ഡിസ്പ്ലേ ആണ് കാണുന്നത്. അതിലും ഈ പറഞ്ഞ മീറ്റർ അത്തരം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള ഗ്രാഫിക്സ് അതും എടുത്തു പറഞ്ഞിട്ട് കാരണം വളരെ കളർഫുൾ എന്നൊന്നും പറയാനില്ല, പക്ഷേ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാ കാര്യങ്ങളും വളരെ നീറ്റായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. അത്തരം ചെറിയ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നല്ല വിസിബിലിറ്റി, സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ സീറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് നല്ലൊരു വിസിബിലിറ്റി കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. തികച്ചും പൂർണ്ണമായും എന്ന് തന്നെ പറയുന്ന ഒരു ഫാമിലി കാറാണ്. നമ്മുടെ ഈ റാപ്പിഡ് ഫെയർ എന്ന് പറഞ്ഞ പ്രോഗ്രാം 25 എപ്പിസോഡായാലും എനിക്ക് തോന്നുന്നു മിനിമം ഒരു 25-30 സെൽറ്റോസിൻ്റെ ഓണേഴ്സെങ്കിലും വന്ന് കാണും. ഈ സെൽറ്റോസിൻ്റെ കാര്യത്തിലും ക്രെറ്റയുടെ കാര്യത്തിലും ഒരു കുറ്റവും ആരും പറയില്ല. കാരണം അതുപോലെ കുടുംബങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നൊരു വാഹനമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്ക് സീറ്റ് കംഫർട്ടാണ്. കാരണം കുടുംബങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്ന വാഹനമായതുകൊണ്ട് അത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നല്ല ഗംഭീരമായ തൈ സപ്പോർട്ടാണ്. ഞാൻ കണ്ടോ കാലിങ്ങനെ വെച്ചപ്പോൾ ചേർന്നിരിക്കുന്നുണ്ട്, നല്ല സുഖമായിട്ടിരിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ സൺ ബ്ലൈൻഡ് അത് മാനുവലി ഉയർത്താവുന്ന രീതിയിൽ അത് കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്ത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ചാർജിങ് പോർട്ട്. അതും വളരെ നല്ലൊരു പൊസിഷനാണ്. അവിടെ നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ ചാർജ് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ വയ്ക്കാൻ സ്പേസും കൊടുത്തിരിക്കുന്നു. പിൻഭാഗത്തേക്ക് AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ മഹാമായ ഇവിടെ നല്ലൊരു ആംറസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിരിക്കുന്നു. സീറ്റ് ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചെരിക്കാം. ഇതാണ് നല്ലൊരു പൊസിഷൻ, ഇതാണ് നല്ലപോലെ ചാരിയിരിക്കാം സുഖമായിട്ട്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. എന്തായാലും പനോരമിക് സൺറൂഫിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും പിൻഭാഗത്ത് തലയുടെ മുകളിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് അല്പം കുറഞ്ഞെനിക്ക് സംശയമാണ്, വളരെ കുറച്ചെങ്കിലും ഈ പുതിയ മോഡൽ വന്നപ്പോൾ അതിനെപ്പറ്റി ഞാൻ നോക്കിയിട്ട് കൃത്യമായൊരു ഡയമെൻഷൻ ഒന്നും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് അല്പം കുറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്തായാലും GT ലൈൻ്റെ കാര്യത്തിൽ GT ലൈൻ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ സീറ്റിലൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കഴുത്ത് അല്പം നീണ്ടു നിൽക്കുന്ന സർ അരബിന്ദോയുടെ കഴുത്ത് പോലെ അല്പം നീണ്ട് പൊങ്ങി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ട്, ഈ സീത്രോ ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഫുള്ളി കാംഡ് ആയിട്ടുള്ള ഫീല് പിൻഭാഗത്തിരിക്കുന്നവർക്ക് കിട്ടില്ല. മുൻഭാഗവും നമുക്ക് കുറേയൊക്കെ അതിൽ കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഒരു കുഴപ്പവും പറയാനില്ല. അതായത് നമ്മളൊരു പഴയ വാഹനത്തിൽ നിന്നും വളരെ ജനപ്രിയമായ ഒരു വാഹനത്തിൽ നിന്നും പുതിയതിലേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്ന മാറ്റങ്ങളാണ് ഇതുവരെ കണ്ടത് എല്ലാം തന്നെ. എന്തായാലും കിയയുടെ ഡിസൈനേഴ്സിനെ എൻജിനീയേഴ്സിനെ എല്ലാം നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. പുതിയ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
പല്ലിളിച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓടിച്ചു നോക്കാം. ഫാമിലി വാഹനങ്ങളുടെയൊക്കെ മൊത്തത്തിലുള്ള ക്യാരക്ടർ ആദ്യമായി നിർണ്ണയിച്ചത് എന്ന് പറയാവുന്നത് കിയയാണ്. കിയ സെൽറ്റോസ് വന്നപ്പോഴും അതിനുശേഷം സോണറ്റ് വന്നപ്പോഴൊക്കെയാണ് ഇത്രയും നല്ലൊരു ഇൻറ്റീരിയറും ഇത്രയും ഫീച്ചേഴ്സും ഡ്രൈവബിലിറ്റി അതുപോലെ തന്നെ കാണാനുള്ള ഭംഗി അത്ര എല്ലാ കാര്യങ്ങളിലും ഇതാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ വാഹന നിർമ്മാതാക്കളും നമ്മളിപ്പോൾ ഏത് വാഹനത്തിൻ്റെയൊക്കെ മീഡിയം ഡ്രൈവിനൊക്കെ പോയാലും അവരെല്ലാവരും കിയയെ പരാമർശിക്കുന്നതാണ്. കിയ ആയിട്ടുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കിയയുടെ സെയിൽസ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് ഒരു സംഭവം തന്നെയാണ്. കാരണം വെറും 6 വർഷം മാത്രം പഴക്കമുള്ള ഒരു കമ്പനിയുടെ വാഹനങ്ങളെ പറ്റിയാണ് ഇവർ ഈ സംസാരിക്കുന്നത്. അത് കിയയ്ക്കൊരു വലിയ അഭിനന്ദനമായിട്ടാണ് ഞാനിപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുള്ളത്. ഒരു വാഹനവും മോശമല്ല, കിയയുടെ എല്ലാം തന്നെ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് വാഹനങ്ങളുമല്ല, കുടുംബങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങൾ. അത് ഓരോ പുതിയ വാഹനം ഓടിക്കുമ്പോഴും നമുക്കത് തോന്നും. സിറോസ് എന്ന് പറയുന്ന മോഡൽ ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ ഇത് ഇഷ്ടപ്പെടുമോ കുടുംബങ്ങൾക്ക് നമുക്ക് തോന്നിയിരുന്നു. കാരണം അതിൻ്റെ രൂപമൊക്കെ വളരെ ഒരു ഓടായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രൂപമായിരുന്നു. പക്ഷേ അതും പെട്ടെന്ന് തന്നെ വിപണി പിടിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ ഏറ്റവും പുതിയ സെൽറ്റോസും ഓടിച്ചു തുടങ്ങുമ്പോൾ നമുക്കങ്ങ് ഇഷ്ടം വരികയാണ്. നമുക്ക് പെട്ടെന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കൊരു പെട്ടെന്നൊരു ഇഷ്ടം തോന്നും. അതാണ് കിയയുടെ വാഹനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്, ജനങ്ങളെയൊക്കെ ആകർഷിക്കുന്ന ഘടകം. നമ്മളെപ്പോഴും ഒരു സെയിൽസിലൊക്കെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഫാമിലിയൊക്കെ വരുന്നു, പല വാഹനങ്ങൾ നോക്കിയിട്ടായിരിക്കും അവസാനം കിയയിലെത്തുന്നത്. ഇൻറ്റീരിയർ കണ്ട് സൺറൂഫൊക്കെ കാണുമ്പോൾ തന്നെ കൂടെയുള്ള കുട്ടികൾ പറയും, അയ്യോ ഇത് മതി അച്ഛാ, ഇത് മതി അമ്മയെന്ന് പറയും, അറിയും. അതാണ് കിയയുടെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പല വാഹന നിർമ്മാതാക്കളും കിയയെ കൊടുക്കുന്ന എല്ലാ ഫീച്ചേഴ്സും കൊടുക്കാൻ ബാധ്യസ്ഥരായി തീരുകയാണ് ചെയ്യുന്നത്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് 26-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന റെനോ ഡസ്റ്റർ ചൂണ്ടിക്കാണിക്കാം. കാരണം ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ പുതിയ ഡസ്റ്ററിന് യൂറോപ്പിലൊന്നും സൺറൂഫ് ഇല്ല. പക്ഷേ ഇന്ത്യ വന്നപ്പോൾ സൺറൂഫ് മസ്റ്റ് എന്നാണ് അവരുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെ പുതിയ വാഹനത്തിൽ സൺറൂഫ് കൊടുത്തു. അങ്ങനെയുള്ള സൺറൂഫ് ഉള്ള കാര്യങ്ങളെല്ലാം ഒരു നിർബന്ധിത ഫീച്ചറാക്കി മാറ്റിയത് കിയാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു പുതിയ സെൽറ്റോസ് നോക്കുകയാണെങ്കിൽ ഇല്ലാത്ത ഒരു ഫീച്ചറും ഇല്ല, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നാൽ അമിതമായ വിലയും വാങ്ങിക്കുന്നില്ല. അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് എന്നാണ് നമുക്ക് കിയയുടെ സെൽറ്റോസിനെ വിളിക്കാവുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനം നമ്മൾ ഓടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു കാര്യം ഇതിൻ്റെ പ്ലാറ്റ്ഫോം ചേഞ്ചാണ്. പ്ലാറ്റ്ഫോം ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് ഇത്തിരി ലൈറ്റായിട്ടുണ്ട്, അതിൻ്റെ ഒരു സുഖം തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ സസ്പെൻഷനിൽ യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ പോലും സസ്പെൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഒരല്പം സ്റ്റിഫാണെന്നുള്ള കാര്യം. പക്ഷേ ഈ വാഹനത്തിൽ വന്നപ്പോൾ അതൊന്ന് നന്നായിട്ട് ട്യൂൺ ചെയ്ത് കുറച്ച് സോഫ്റ്റാക്കി. സോഫ്റ്റ് സസ്പെൻഷൻ ആകുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എസ്യുവികളുടെ കാര്യത്തിൽ ബോഡി റോൾ വരും എന്നുള്ളതാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അതും വന്നിട്ടില്ല. അതും വളരെ കൃത്യമായൊരു ട്യൂണിങ്ങിൽ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പഴയ സെൽറ്റോസ് ഓടിച്ച് ശീലിച്ച് നിങ്ങൾ പുതിയ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം അനുഭവപ്പെടും. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെയും സസ്പെൻഷൻ്റെയും മികവ് കൊണ്ടാണ്. കാരണം എഞ്ചിനിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തായാലും എഞ്ചിനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കാം. ഇതുവരെ ഇവർ ക്രാഷസിനൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പൊതുവേ കിട്ടുന്നതുകൊണ്ട് തന്നെ കിട്ടാറുണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 6 എയർ ബാഗുകൾ എല്ലാ ഇതിലും അക്രോസ് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്.
പിന്നെ ഡൗൺ ഹിൽ ബ്രേക്ക് കൺട്രോൾ, അതുപോലെ തന്നെ ഫുൾ അഡാസിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, അത് അഡാസിന് അപ്പുറത്തേക്കുള്ളൊരു ഫീച്ചറാണ്. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, എല്ലാ വീലുകളിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നലിംഗ് ഉണ്ട്. പിന്നെ ധാരാളം സെൻസേഴ്സ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. 24 സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എല്ലാ എക്കോസ് വേരിയൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 ക്യാമറകൾ ചുറ്റുമുണ്ട്. ഈ 8 ക്യാമറകളും ധാരാളം സെൻസേഴ്സും ചേർന്നാണ് ഈ അഡാസിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലെവൽ 2 അഡാസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ എല്ലാ തരത്തിലുള്ള 21 അഡാസ് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു 360 ഡിഗ്രി ക്യാമറ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതുകൊണ്ട് അത്ര എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്, അതും രാത്രിയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. എന്തായാലും HTX അതുപോലെ GTX അങ്ങനെ 2 വേരിയൻസിൽ അഡാസ് ഇല്ല. അത് അഡാസ് താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു വേരിയൻറ്റിലേക്ക് പോകാവുന്നതാണ്. എഞ്ചിനിൽ മാറ്റമൊന്നുമില്ല. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, അത് 113 bhp ആണ്. അതിൽ 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ IVT ട്രാൻസ്മിഷനുമാണുള്ളത്. 1.5 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്, അത് 158 bhp ആണ്. അതിൽ 6 സ്പീഡ് IMTയും ഉണ്ട്, കൂടാതെ ഒരു 7 സ്പീഡ് DCTയും ഉണ്ട്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.5 ലിറ്റർ ഡീസൽ, അത് 114 bhp ആണ്. അത് 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ATയും ഉണ്ട്. നമ്മൾ ഓടിക്കുന്ന ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്, 6 സ്പീഡ് AT ആണ്. ഇത് 4000 RPMലാണ് മാക്സിമം പവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് 250 ന്യൂട്ടൺ മീറ്റർ. അത് വളരെ ചെറിയ RPMൽ 1500-നും 2750 RPMനും ഇടയ്ക്കാണുള്ളത്. അപ്പോൾ എഞ്ചിനിൽ യാതൊരു മാറ്റമില്ലാത്തതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി പറയണമെന്ന് തോന്നില്ല. കാരണം ധാരാളം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ വിറ്റ് കഴിഞ്ഞു, നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതാണ് ഒരു ബേസിക് സംഭവമായിട്ട് പറയുന്നത്. എന്തായാലും ഡീസലിന് 17-18 മൈലേജ് കിട്ടുന്നുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട്. മൈലേജ് ടെസ്റ്റ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു തികഞ്ഞ ഫാമിലി കാർ ആണെങ്കിൽ പോലും കുറച്ച് സ്പോർട്ടി ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടുപോലെ ഡ്രൈവ് മോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ഇക്കോയിലാണ് പോകുന്നത്. നോർമലിലേക്ക് മാറുമ്പോൾ തന്നെ ആക്സിലറേഷൻ ഒന്ന് വർദ്ധിക്കുന്നു, സ്പോർട്ടിലേക്ക് ഇതാ സൗണ്ട് ഒന്ന് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പുള്ളിങ് പവർ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി നിങ്ങൾ ടെറൈനുകളൊക്കെ മാറി ഓടിക്കുമ്പോൾ അത്ര ഒരു 4 വീലർ വാഹനമൊന്നും അല്ല എങ്കിൽ പോലും ട്രാക്ഷൻ, സ്നോയും മഡും സാൻഡും അത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ട്രാക്ഷൻ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു GT ലൈനിൽ അത് ഗംഭീര സംഭവമാണ്. നമുക്ക് മാനുവലായിട്ട് ഓടിക്കണം തോന്നുമ്പോൾ അത് പിടിഞ്ഞേക്ക് കളിച്ച് അങ്ങ് ഓടിച്ച് പോകാം. അപ്പോൾ ഗംഭീരമായൊരു വാഹനം തീർച്ചയായിട്ടും. ഏറ്റവും പുതിയ കിയ സെൽറ്റോസ് നിങ്ങൾ ഓടിച്ച് നോക്കുക. പഴയത് ഓടിച്ചിട്ടുള്ളവർ പ്രത്യേകിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം നിങ്ങളെ ഈ ഒരു മനോഹരമായ വാഹനത്തിൽ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ GT ലൈനിലേക്ക് പോവുക. അതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കോ ഡീസൽ ഓട്ടോമാറ്റിക്കോ അത് നിങ്ങളുടെ ഓട്ടോ അനുസരിച്ച് സെലക്ട് ചെയ്യാമെങ്കിൽ പോലും കൂടുതൽ ഫീച്ചേഴ്സും കൂടുതൽ സ്പോർട്ടിയായിട്ടുള്ള ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു GT ലൈനിലാണ്. അപ്പോൾ വില ആരംഭിക്കുന്ന 10.99 lakhsലാണ്. അതായത് പെട്രോളിൻ്റെ മാനുവൽ ബേസ് വേരിയൻറ്റിൽ. അതിൻ്റെ തന്നെ ഡീസൽ വേരിയൻറ്റിൽ 12.49 12.5 ലക്ഷം രൂപയാണ് ഡീസൽ വേരിയൻറ്റിൻ്റെ എൻട്രി ലെവൽ മോഡലിൻ്റെ വില. ആ വില നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യുണ്ടായി ക്രെറ്റയേക്കാൾ ഒരു അല്പം കൂടുതലാണ് ബേസ് വേരിയൻ്റ് വില എന്ന് കാണാം. പക്ഷേ ടാറ്റ സിയറയേക്കാളും അല്പം താഴെയുമാണ്. അത് വളരെ തന്ത്രപരമായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വിലയാണെന്നുള്ളൊരു സംശയമില്ല. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചൊരു മോഡലാണല്ലോ ടാറ്റ സിയറ. എന്നാൽ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 19.99 lakhs, അതായത് 20 ലക്ഷം രൂപയാണ് ഈ ഒരു GT ലൈനിലേക്ക് എത്തുമ്പോഴുള്ള വില. അത് നോക്കുമ്പോൾ ടാറ്റ സിയറയേക്കാളും ക്രെറ്റയേക്കാളും വില കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അങ്ങനെ വരുമ്പോൾ ക്രെറ്റ എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം ഓരോ മാസത്തെയും സെയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ക്രെറ്റയാണ്. അപ്പോൾ ക്രെറ്റയുടെ വിലയേക്കാളും കുറച്ചിട്ടുകൊണ്ട് എന്താണ് കിയ ഉദ്ദേശിക്കുന്നത് അറിഞ്ഞൂടാ. കാരണം രണ്ടും ഒരു കമ്പനി തന്നെയാണല്ലോ. എന്തായാലും എപ്പോഴും ഏറ്റവും പുതിയ വാഹനം വരുമ്പോൾ അതിനാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സെൽറ്റോസിനായിരിക്കാം ഒരു പക്ഷേ 2-3 മാസങ്ങളിലേക്കെങ്കിലും ക്രെറ്റയേക്കാൾ കൂടുതൽ ആവശ്യക്കാർ വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വില വളരെ പെർഫെക്റ്റ് ആണ്, ഇൻറ്റീരിയർ പെർഫെക്റ്റ് ആണ്, സസ്പെൻഷൻ പെർഫെക്റ്റ് ആണ്, അതുപോലെ എഞ്ചിനുകളെല്ലാം പണ്ടേ പെർഫെക്റ്റ് ആണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ വളരെ പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു ഗംഭീരമായ ഒരു വാഹനമാണ് ഇത്തവണ നമുക്ക് കിയ തന്നിരിക്കുന്നത്. സെൽറ്റോസിൻ്റെ ഇതുവരെയുള്ള ആ ഒരു സൽപ്പേര് വീണ്ടും തുടരും എന്നുള്ളൊരു സംശയമില്ല. കൂടുതൽ സൽപ്പേര് വ്യാപിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്, ജാതകവശാൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.